നിയമനിർമ്മാണം. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രകാരമുള്ള 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പിണറായി വിജയന് വേണ്ടി ബഹുമാനപ്പെട്ട നിയമകാര്യ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ചർച്ചയ്ക്ക്. യെസ്, താങ്ക് യു. ശ്രീ കെ ആൻസലൻ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സമയകൃത്യത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലും UGC റെഗുലേഷനുകളുടെ അടിസ്ഥാനത്തിൽ ഭേദഗതിച്ച ബില്ല് ആണ് ഈ സഭ മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വൈസ് ചാൻസലർ പല ഘട്ടങ്ങളിലും കേരളം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ തകിടം മറിക്കുന്നതിനും പച്ചയായി വർഗീയത കുത്തിനിറയ്ക്കുന്നതിനും മറ്റ് രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലും സംഘപരിവാർ ശക്തികൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനമാണ് കേരളത്തിലും അവലംബിക്കാൻ വേണ്ടി വൈസ് ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പ്രകടമായും നിയമപരമായും ഒട്ടനവധി പോരാട്ടങ്ങളാണ് കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണ സഭകളായിട്ടുള്ള അസംബ്ലി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ഭരണഘടനയെ ഉറച്ചുകൊണ്ട്. അതിൻ്റെ ഭാഗമായി നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയും അത് പാസ്സാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കുറുക്കു വഴികളാണ് ഗവർണർ എന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവർണർ മാറി മറ്റൊരു ഗവർണർ വരുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നേരത്തെ ഇരുന്ന ഗവർണർക്കാലം കുറച്ചുകൂടി വീര്യം കൂടിയ ആളുകൾ തന്നെയാണ് ഈ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിനെ ഇല്ലാതാക്കുക ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മെച്ചപ്പെട്ട നിലവാരത്തിലാണ് രാജ്യത്ത് പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 15 സർവകലാശാലകൾ എടുക്കുമ്പോൾ കേരളത്തിലെ 4 സർവകലാശാലകൾ ആ പട്ടികയിൽ ഉടുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 100 കോളേജുകൾ എടുക്കുമ്പോൾ 16 കോളേജുകളും ഈ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല സ്വീകരിച്ചു വന്നിരുന്ന മാർഗങ്ങൾ, കേരളത്തിലെ നിയമനിർമ്മാണ സഭ ആ സർവകലാശാലയെ സഹായിക്കാനെടുത്തിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലെടുത്തുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മെച്ചപ്പെട്ട രൂപത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് കേരളം ഒരു കാലത്ത് എല്ലാ നിലയിലുമുള്ള ജാതിമത ചിന്താതികളുടെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ നിഷേധം നിലനിന്നിരുന്നൊരു സംസ്ഥാനമാണ്. നമുക്കറിയാം, പഞ്ചമി എന്ന് പറയുന്ന 8 വയസ്സുകാരി പെൺകുട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി കേണപേക്ഷിച്ചതും അതുമായി ബന്ധപ്പെട്ട കലാപം നടന്നതും ഈ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അത് വലിയൊരു പ്രശ്നമായി മാറി. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി പണിമുടക്ക് പോലും നടന്ന വിദ്യാഭ്യാസ നിഷേധത്തിനെതിരായി മഹാനായ അയ്യങ്കാളി പ്രഖ്യാപിച്ചതെന്നാണ് ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതെല്ലാം മാറിയിട്ടൊരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. 1957 EMSൻ്റെ ഗവൺമെൻറ് ഇന്ത്യയിലാദ്യമായി വിദ്യാഭ്യാസം സമ്പൂർണ്ണമായും സൗജന്യമായും പ്രഖ്യാപിക്കപ്പെടുന്ന വിദ്യാഭ്യാസ ബില്ലടക്കം കൊണ്ടുവന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യക്ക് മാതൃകയായി മാറി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ബോധപൂർവം സംഘപരിവാർ ശക്തികൾ നടത്തുന്ന വർഗീയതയുടെ സ്വാധീനം, ചരിത്രത്തെ നിഷേധിക്കുന്ന ഒട്ടനവധി നടപടികൾ സ്വീകരിക്കപ്പെടുന്ന ഘട്ടങ്ങൾ നമുക്കുണ്ട്. മഹാത്മാഗാന്ധിയുടെ മരണത്തെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഗുജറാത്തിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പറിനകത്ത് അച്ചടിച്ചു വന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വിരോധാഭാസപരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തെ ആകെ മാറ്റിമറിക്കുന്നതിന്, ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കുന്നതിന്, പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ബോധപൂർവമായി നടപ്പാക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിലുമൊക്കെ തന്നെ തങ്ങളുടെ അധിപന്മാർ ഉണ്ടാകണമെന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ എന്ന് പറയുന്ന പകർന്നു നൽകിയ, കേരളത്തിലെ നിയമനിർമ്മാണ സഭ പകർന്നു നൽകിയ പ്രത്യേക അധികാരത്തെ ഒരു കാവൽക്കാരനായി നോക്കി സൂക്ഷ്മതയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെ അതിനെ കവർന്നെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള
നിലപാട് സ്വീകരിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയത്തെയും ഒരു സമീപനത്തെയുമാണ് കേരളത്തിലെ നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാഭ്യാസ വിശിഷ്ടന്മാരും ഈ കാലങ്ങളിൽ പോരാടിക്കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം നൽകിയിട്ടുള്ള പ്രത്യേകമായ ഔദാര്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനും അതിന് പ്രത്യേക രൂപത്തിലേക്ക് ചരിത്ര നിർമ്മിതികൾക്ക് അവർക്ക് തോന്നുന്ന ചരിത്ര നിർമ്മിതികൾക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുമ്പോൾ അതിനെതിരായി ജാഗരൂകരായി നിലപാടുറപ്പിക്കുന്നൊരു സമീപനം കേരളത്തിലെ പൊതുസമൂഹവും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ നിയമനിർമ്മാണ സഭയിൽ സ്വീകരിക്കപ്പെടുകയുണ്ട്. നമുക്കറിയാം കേരളം പല രൂപത്തിലുമുള്ള മാറ്റങ്ങൾക്ക് ഇടവരുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. നമുക്കറിയാം ഇന്ന് ശ്രദ്ധേയമായ ബില്ലുകളാണ് ഈ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടു മുമ്പ് അവതരിപ്പിച്ച ബില്ലായാലും അതുപോലെ തന്നെ ഏക കിടപ്പാട സംരക്ഷണ ബില്ലായാലും അങ്ങനെയുള്ള ബില്ലുകളെല്ലാം അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഇതിനാവശ്യമായ സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. 41 പ്രതിപക്ഷ അംഗങ്ങൾ കേരളത്തിലെ 41 നിയമസഭാ മണ്ഡലങ്ങളിൽ കേവലം വരുന്നതല്ല, ഈ കേരളത്തിൻ്റെ ജനതയുടെ പ്രതീകമാണ്. ഇവിടെ സംഭാവന ചെയ്യുന്നതിനും അഭിപ്രായം പറയുന്നതിനും വേണ്ടിയുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ 4 ദിവസക്കാലമായി ഈ നിയമസഭയ്ക്കകത്ത് അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകൾ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ കരിനിഴലായി പ്രതിപക്ഷത്തിനൊന്നും ചാർത്തി കൊടുക്കേണ്ടിയിരിക്കും. ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT അടക്കമുള്ള ഹൈക്കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിലും ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ട് കുറ്റവാളികൾക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ പറയണമെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണപക്ഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം ട്രഷറി ബെഞ്ചിൽ നിന്ന് മന്ത്രിമാരടക്കം തന്നെ പ്രതിപക്ഷത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം, സബ്മിഷൻ അവതരിപ്പിക്കാം. ഇന്ന് ഈ സഭയ്ക്കകത്ത് തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സവിസ്തരം അവർക്ക് എത്ര സമയമെടുത്ത് വേണമെങ്കിലും കാര്യങ്ങൾ ഈ നിയമസഭയ്ക്കകത്ത് പ്രതിപാദിക്കാനുള്ള അവസരമുണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒളിച്ചോടുന്നൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ ബില്ല് ഈ ഗവർണറുടെ ദുഷ്ടലാക്കോടുള്ള അധികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സമ്പന്നമായിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്ത് പകരട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഡോക്ടർ KT ജലീലിനെ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഈ ഭേദഗതി അവതരിപ്പിക്കുന്നു. പ്രധാനമായും 3 ഭേദഗതികളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്ത് സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്ത് ഉളവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, ജസ്റ്റിസ് സദാശിവം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായിട്ട് വന്നത് മുതൽക്കാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സംഘടിതവും ആസൂത്രിതവുമായിട്ടുള്ള നീക്കങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി സർക്കാർ നിയമിക്കണം എന്ന് ആഗ്രഹിച്ച താൽപ്പര്യപ്പെട്ട വ്യക്തിയെ നിയമിക്കാൻ സന്നദ്ധമാകാതെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നിഷ്ടം പ്രവർത്തിച്ച് തുടങ്ങി. അതിനുശേഷം പല സർവകലാശാലകളിലും ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നേരിട്ട് ഇടപെട്ടു. സാർ, സർവകലാശാലയുടെ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ ഒരു ചില്ലി പൈസ പോലും സർവകലാശാലകൾക്ക് അതിൻ്റെ പ്ലാൻ ഫണ്ടായി നൽകുന്നില്ല. UGCയുടെ ഗ്രാൻഡ് സർവകലാശാലകൾ അവർ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ കൊടുക്കുന്നതൊഴിച്ചാൽ മറ്റൊരു സഹായവും ശമ്പള ഇനത്തിലോ വേതന ഇനത്തിലോ ഒന്നും കേന്ദ്ര സർക്കാരോ മറ്റേജൻസികളോ നൽകുന്നില്ല. എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകുന്നത്. പക്ഷേ അങ്ങനെ എല്ലാം നൽകുന്ന സംസ്ഥാന സർക്കാരിന്
യാതൊരു നിയന്ത്രണവും സർവകലാശാലകളുടെ മേൽ ഇല്ല എന്നുള്ള നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കാര്യങ്ങൾ പോയത്. സർ, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരുടെ കാലത്ത് ശ്രീ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി നിയമിച്ച ആളുകൾ ഇന്ന് BJP-യിലാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ അബ്ദുൽ സലാമിനെയാണ് UDF-ന്റെ കാലത്ത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നിയമിച്ചത്. ആ അബ്ദുൽ സലാമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് താമര ചിഹ്നത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. സാർ, അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ രാധാകൃഷ്ണനെ നിയമിച്ചത്. സാർ, ഡോക്ടർ രാധാകൃഷ്ണനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുക്കാനുള്ള ആശാൻ എന്ന നിലയിലൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹമാണ് BJP-യിലേക്ക് ചേക്കേറിയത്. സാർ, നമ്മളുടെ സർവകലാശാലകളിൽ RSS അനുകൂലികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പ്രത്യക്ഷത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ അനുഭാവികളെയാണ് വൈസ് ചാൻസലർ പദവി താൽക്കാലികമായിട്ട് ഗവർണർമാർ കൊടുത്തത്. അങ്ങനെ അവിടുത്തെ മതനിരപേക്ഷമായിട്ടുള്ള സ്വഭാവം തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയുണ്ടായി. സാർ, നമുക്കറിയാം, നമ്മളുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷത നിലനിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഉയർന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് മതനിരപേക്ഷ അക്കാഡമിഷ്യൻസാണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സിലബസ് എന്താവണം, പഠിപ്പിക്കേണ്ടത് എന്താവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, ഏത് കാലഘട്ടങ്ങളൊക്കെയാണ് ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ RSS-ൻ്റെ നേതാക്കന്മാരാണ്. നാഗ്പൂരിൽ നിന്ന് കിട്ടുന്ന ശാസനകളാണ് പല സർവകലാശാലകളിലും നിയമങ്ങളായിട്ട് വരുന്നത്. സാർ, 800 വർഷക്കാലം രാജ്യം ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുടെ ചരിത്രം ഇനി മുതൽ പഠിപ്പിക്കേണ്ട എന്ന് ഇന്ത്യയിൽ തീരുമാനമെടുത്ത സർവകലാശാലകളുണ്ട്. CBSE സിലബസുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യമുണ്ട്. അക്ബറിൻ്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷവാദികളായ നിരവധി ഭരണകർത്താക്കളുടെയും മുഗള സാമ്രാജ്യ രാജാക്കന്മാരുൾപ്പെടെ പഠിപ്പിക്കപ്പെടേണ്ടാത്ത അധ്യായങ്ങളായി നമ്മളുടെ രാജ്യത്ത് മാറുകയുണ്ടായി. പ്ലീസ്. സമാനമായിട്ടുള്ള സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവർണർമാർ ചാൻസലർ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വൈസ് ചാൻസലർമാരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിയമിക്കുന്നത്. സർ, വൈസ് ചാൻസലറാണ് പ്രോ വൈസ് ചാൻസലറെ നിയമിക്കുക. സ്വാഭാവികമായും RSS അനുകൂലിയായിട്ടുള്ള ഒരു വൈസ് ചാൻസലർ വന്നാൽ പ്രോ വൈസ് ചാൻസലറും RSS അനുകൂലിയാകും, അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് നിൽക്കുന്ന ആളാകും. രജിസ്ട്രാർ, ഫിനാൻസ് ഓഫീസർ അങ്ങനെയുള്ള പദവികളിലൊക്കെ തന്നെ വൈസ് ചാൻസലർക്ക് കൈകടത്താൻ വേണ്ടി കഴിയും. കേരളം ഭരിക്കാൻ RSS-നോ BJP-ക്കോ കഴിയില്ല. പ്ലീസ്. എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ മുഴുവൻ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ചാൻസലറായി ഇനി ഗവർണർ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത്. ആ നിയമം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല സാർ. ഗവർണർ ഒപ്പിട്ടിട്ടില്ല, പ്രസിഡന്റിന് അയച്ചു കൊടുത്തു, പ്രസിഡന്റും അതിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കും, ഗവർണർമാരല്ലാതെ ചാൻസലർമാരായി ഈ രാജ്യത്ത് മറ്റേതെങ്കിലും സർവകലാശാലകൾ ഉണ്ടോ എന്ന്. സാർ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ അവിടുത്തെ ഗവർണർമാരല്ല, മുഖ്യമന്ത്രിയാണ്. പല സംസ്ഥാനങ്ങളിലും
സർവകലാശാലകളുടെ ചാൻസലർമാരായിട്ട് Yes. നിൽക്കുന്നത്. സാർ, ഇത്തരത്തിലുള്ള വർഗീയവൽക്കരണം, കാവ്യവൽക്കരണം നമ്മളുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാൻസലർ പദവി ദുരുപയോഗിച്ച് ഗവർണർമാർ ശ്രമിക്കുന്നത്. അത് തടയിടാൻ വേണ്ടിയാണ് പല നിയമങ്ങളും നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവരേണ്ടി വന്നത്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ മാറ്റുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമല്ല. കോൺഗ്രസിന്റെ ഗവർണർമാർ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ LDF ഭരിച്ചിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഗവർണർമാർ ചാൻസലർ പദവി ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായം ഇടതുപക്ഷം രേഖപ്പെടുത്തിയിട്ടില്ല. സാർ, രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിസമർത്ഥമായി അവർ രാജ്യത്തുള്ള പല സർവകലാശാലകളും, പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകൾ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കാൻ നമ്മൾ നിർബന്ധിതമായത്. സാർ, RSSും BJPയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി നേരത്തെ അത് സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി, മുൻ MLA, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞത് എന്താണ് സാർ? അദ്ദേഹം പറഞ്ഞത്, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 9.5 കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും. സാർ, എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? കഴിഞ്ഞ 9.5 കൊല്ലം എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത്? ഏത് മേഖലയിലാണ് മുസ്ലിം സമുദായം പിന്തള്ളപ്പെട്ടത്? മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ മുസ്ലിം സമുദായത്തെയും അവരർഹിക്കുന്ന പുരോഗതിയിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് നയിച്ചില്ലേ സാർ? അത് കാണാതെ ഈ രാജ്യത്ത് ഓരോ പാർട്ടികൾ ഓരോ സമുദായത്തിന് വേണ്ടി ഭരണം പിടിക്കണം എന്ന് പറയുന്ന അവസ്ഥ വന്നാൽ ഈ നാട് എങ്ങോട്ടാണ് പോവുക സാർ? ആ കാര്യത്തിൽ നമ്മൾ ഒരു വലിയ ആലോചന നടത്തണം. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. അടുത്ത പ്രാവശ്യം വരാൻ പോകുന്ന ഭരണം UDF പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 9.5 കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ സംസ്ഥാന ഭാരവാഹിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ അദ്ദേഹം, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സന്നദ്ധമാകുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ തീരുമാനം തന്നെയാണ് എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം ഈ സഭയിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു പുതിയ ജില്ല വേണം തിരൂർ ആസ്ഥാനമായി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സാർ, ഒരു ജില്ല രൂപീകരിക്കുമ്പോൾ ജനങ്ങളുടെ എണ്ണം മാത്രമല്ലല്ലോ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ കിടപ്പും പ്രധാനമല്ലേ? അങ്ങനെയാണെങ്കിൽ പല ജില്ലകളും നമുക്ക് രൂപീകരിക്കേണ്ടി വരില്ലേ? മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇടുക്കി ജില്ല നോക്കൂ സാർ, ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്യണം? ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ. ഞാൻ ആശാന്റെ നിയോജക മണ്ഡലത്തിൽ പോയിട്ട് എനിക്കുള്ള അനുഭവമാണ് സാർ ഞാൻ പറയുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. രണ്ടാമത്തെ ഒരു പരിപാടി 1 മണിക്കൂർ ഇടവിട്ട് കൊടുത്തിട്ട് 2 മണിക്കൂർ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ സ്ഥലത്തെത്തിയത് സാർ. പ്ലീസ്. അങ്ങനെ ഉള്ള എത്രയോ പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാർ. അത് പറയാതെ അതിനെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാര് എന്തെങ്കിലും പ്രതികരിച്ചോ? 1967 ലീഗ് ഉൾപ്പെടുന്ന സഖാവ് EMS നേതൃത്വം നൽകിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചൂക്കിലാണ് സഖാവ് EMSന്റെ കൈക്കരുത്തിലും അദ്ദേഹത്തിന്റെ അർപ്പണ ബുദ്ധിയിലുമാണ് ആ ജില്ല പിറന്നത് എന്ന് അവകാശപ്പെടുമ്പോ എന്താണ് ലീഗ് പറയാറ്? അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല 2ആക്കി തിരൂർ ആസ്ഥാനമായി മറ്റൊരു ജില്ല രൂപീകരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? അതിന് ധൈര്യം ലീഗിനുണ്ടോ? ഒരിക്കലും അതിനുള്ള ധൈര്യം മുസ്ലിം ലീഗിന് ഉണ്ടാവില്ല സാർ. ഇങ്ങനെ ഒരു ഭാഗത്ത് RSS വർഗീയവൽക്കരണത്തിന് വേണ്ടി ഭൂരിപക്ഷ
വർഗീയവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നു. മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ, അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് കൂട്ടായിട്ടുള്ളത്. സാർ, ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് മുസ്ലിം മനസ്സുകളിലേക്ക് വർഗീയത കുത്തിയാണ് സാർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഗാഢമായിട്ടാണ് അവർ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അനഭവസ്ഥരായിട്ടുള്ള ഞങ്ങൾക്കറിയാം സാർ. സാർ, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർമാരുടെ നേതൃത്വത്തിൽ RSSും BJPയും ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷം തന്നെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നു. അതുപോലെ അതിന് എല്ലാ നിലക്കുള്ള ഒത്താശകളും ആര് ചെയ്തു കൊടുക്കുന്നു? കോൺഗ്രസ് ചെയ്തു കൊടുക്കുന്നു. സാർ, VD സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോയിരിക്കുന്നു, അവരിപ്പോ മതരാഷ്ട്രവാദികളല്ല എന്ന്. സാർ, ദിവസങ്ങൾക്ക് മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി ഒരു പരിപാടി കോഴിക്കോട്ട് സംഘടിപ്പിച്ചത്. ആ പരിപാടിയിലെ മുഖ്യ ചർച്ചാ വിഷയം മൗദൂദിസത്തിന്റെ കാലിക പ്രസക്തി എന്നുള്ളതായിരുന്നു. സാർ, മൗദൂദിസം എന്ന് പറയുന്നത് ഇസ്ലാമിക വീക്ഷണ കോണിൽ എങ്ങനെ ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കാമെന്നുള്ളതാണ്. ആ വാദത്തെ അതിശക്തമായി മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ എതിർക്കുന്നു. അതുപോലെ തന്നെ മുജാഹിദുകളും എതിർക്കുന്നു. രാഷ്ട്രീയ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ 99% ആളുകളും. 1% മാത്രമാണ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ. ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. വിവിധ തരത്തിലുള്ള വർഗീയതകളെ ശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യം ഒരുമിച്ച് പറയുവാനും ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. സാർ, അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിനെ കുറിച്ച് ചില വിമർശനങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. സാർ, കാലാകാലങ്ങളായി വിശുദ്ധ ഹജ്ജിന് മക്കയിലേക്ക് പോകുന്ന 10,000-കണക്കിന് വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്യാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാണല്ലോ സാർ. ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ സാർ? അങ്ങനെ മക്കയിലേക്ക് പോകുന്ന ഹാജിമാരെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കാലഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാർക്ക് അവസരമുണ്ടായിട്ടുണ്ട്. നല്ല കാര്യമാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയായാൽ അതിലെന്ത് തെറ്റാണ് സാർ ഉള്ളത്? ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സമ്മേളനം നമ്മളുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത്? സാർ, ഇങ്ങനെ വിഭാഗീയമായി ജനങ്ങളെ തിരിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് ശക്തമായി എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഭേദഗതികൾ മൂവ് ചെയ്യുന്നു സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായം നിയമ വകുപ്പ് മന്ത്രി P. രാജീവ്. സർ, ബഹുമാനരായ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതമായതാണ്. അതിലൊന്ന് യഥാർത്ഥത്തിൽ UGC വരുത്തിയ മാറ്റങ്ങളാണ്. അവരുടെ റെഗുലേഷൻ അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരികയുണ്ടായി. യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറിമാരൊക്കെ പല സെർച്ച് കമ്മിറ്റികളിലും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അംഗങ്ങളായിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് UGC കൊണ്ടുവന്ന ഈ സന്ദർഭത്തിലാണ് അതിനനുസൃതമായിട്ട് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹുമാനായ ശ്രീ ജലീൽ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഗവർണർ കമ്മിറ്റികൾ രൂപീകരിക്കുക, ഗവർണറല്ല ചാൻസലർ. ഗവർണർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭരണഘടനാ പദവിയാണ്. ചാൻസലർ നമ്മൾ നൽകിയ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ മാത്രമാണ്. ആ ചാൻസലറാണ് നേരത്തെ നിയമിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച വിധിയിൽ ആ കമ്മിറ്റിയുടെ രൂപീകരണവും നടത്തിപ്പുമെല്ലാം വിദ്യാഭ്യാസ വകുപ്പിനെ തന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഇവിടെ നമ്മൾ ഈ കമ്മിറ്റിയുടെ രൂപീകരണത്തിലുള്ള അധികാരം സംസ്ഥാന സർക്കാരിലാണ് നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സാർ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പല ഘട്ടങ്ങളിലും ഈ സഭയിൽ വ്യക്തമാക്കിയതുപോലെ യൂണിവേഴ്സിറ്റികളുടെ റെഗുലേഷനും ഇൻകോർപ്പറേഷനും എന്നുള്ളത് സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിക്കകത്ത് വരുന്നതാണ്. അതാണ് സംസ്ഥാന ലിസ്റ്റിൽ 32ാമത്തെ എൻട്രി വളരെ കൃത്യമായി ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ സോ ഇൻക്ലൂഡിംഗ് യൂണിവേഴ്സിറ്റീസാണ്. അതേപോലെ തന്നെ ഭരണഘടന പാർലമെൻറ്റിന് ഈ അധികാരമില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൻ്റെ 44 റെഗുലേഷൻ ഇൻകോർപ്പറേഷൻ പറഞ്ഞിട്ട്
അതിനകത്ത് എക്സ്ക്ലൂഡിങ് യൂണിവേഴ്സിറ്റീസ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സാർ. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ റെഗുലേഷൻ അത് സംസ്ഥാന നിയമസഭയുടെ പൂർണ്ണമായ അധികാരമാണ്. എന്നാൽ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റ് 66 വെച്ച് UGC അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് UGCയുടെ അത് വെച്ചുകൊണ്ട് രൂപീകരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ സർവകലാശാല ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സാർ. എന്നാൽ UGC നിയമത്തിൽ തന്നെ അധ്യാപകരുടെ യോഗ്യതയെ സംബന്ധിച്ച് നിർണ്ണയിക്കാനാണ് UGC നിയമത്തിനകത്ത് വ്യവസ്ഥയുള്ളൂ. വൈസ് ചാൻസലർ യഥാർത്ഥത്തിൽ അധ്യാപകനല്ല, വൈസ് ചാൻസലർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്തായിരിക്കണം യോഗ്യതകൾ എന്ന് നിർണ്ണയിക്കാൻ ഭരണഘടനാനുസൃതമായി ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള UGC നിയമത്തിൽ ഒരിടത്തും വ്യവസ്ഥയില്ല. അധ്യാപകൻ്റെ യോഗ്യത നിർണ്ണയിക്കാനുള്ള ആ വ്യവസ്ഥയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് UGC നിയമത്തിന് അൾട്രാവയറായിക്കൊണ്ട് യഥാർത്ഥത്തിൽ അൾട്രാവയറായിക്കൊണ്ടുള്ള റെഗുലേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ റെഗുലേഷൻ ഫലത്തിൽ പൂർണ്ണമായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുന്നതാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യ ശ്രീ ജലീൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർലമെൻറ്റിൻ്റെ ഇതിന് പ്ലാൻ ഫണ്ടിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല. UGCയുടെ തന്നെ ഗ്രാൻഡ് എന്നുള്ള UGC ആ ഗ്രാൻഡ് കമ്മീഷൻ്റെ ശരിക്കും വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഗ്രാൻഡ് ലഭിക്കുന്നില്ല, കൺട്രോൾ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ ഒരു സംവിധാനം വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. 70 വയസ്സായി വൈസ് ചാൻസലർമാരുടെ പ്രായപരിധി UGC റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു ഭാഗം ശരിയാണ്. ഈ യൂണിവേഴ്സിറ്റികൾ തകർക്കാനുള്ളൊരു നീക്കം ബോധപൂർവ്വം നടക്കുന്നുണ്ട് സാർ. 2 കാര്യങ്ങൾ ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെർച്ച് കമ്മിറ്റി നമുക്കറിയാം സുപ്രീം കോടതി ഇടപെട്ട് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയാണ്. ആ സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലർ നിർദ്ദേശിച്ച 2 പേരുമുണ്ട്, നമ്മൾ നിർദ്ദേശിച്ച 2 പേരും, 2 കൂട്ടരും നിർദ്ദേശിച്ച പാനലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ 4 പേർ. ഇത് കൂടാതെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ആളെയാണ് സുപ്രീം കോടതി ഇതിൻ്റെ ചെയർമാനായി നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ ഈ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിൻ്റെ ഉന്നത നീതിപീഠം ഇടപെട്ടിരിക്കുകയാണ്. 152 നമുക്കറിയാം ഭരണഘടനയിൽ അതോടുകൂടി അത് വിധിയായി മാറിക്കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ രാജ്യത്തെ നിയമമായി വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അവന് ഇരുകൈയും കൊട്ടി അംഗീകരിക്കേണ്ടതാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഞങ്ങൾ കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും മലയാള മനോരമയിൽ നല്ലൊരു ലീഡ് തലക്കെട്ട് കണ്ടു, കൈകൂപ്പിയിട്ടും എന്നാണ് അവർ നിർത്തിയത്. എന്നുവെച്ചാൽ സുപ്രീം കോടതി കൈകൂപ്പി അപേക്ഷിച്ചിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ചാൻസലർ സുപ്രീം കോടതി വീണ്ടും സമീപിച്ചു. ഈ സെർച്ച് കമ്മിറ്റി ശരിയല്ല, അതിനകത്ത് മുഖ്യമന്ത്രിക്ക് പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം അത് ശരിയല്ല, UGCയുടെ പ്രതിനിധി വേണം, അത് ഇല്ല എന്ന് വച്ചു വീണ്ടും സുപ്രീം കോടതി. അപ്പോൾ ഒരു കാരണവശാലും ശരിയായ രൂപത്തിൽ ഒരു വൈസ് ചാൻസലർ വരരുത് എന്ന നിഷ്കർഷ ഒരു നിർബന്ധ ബുദ്ധി സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ചാൻസലർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സാർ. അല്ലെങ്കിൽ ഏതൊരാൾ നോക്കിയാലും ആ സെർച്ച് കമ്മിറ്റി വളരെ ക്രെഡിബിലിറ്റി ഉള്ള റെപ്യൂട്ടഡ് ആയ പേഴ്സണാലിറ്റീസിനെ ഉൾക്കൊള്ളുന്ന ഒരു സെർച്ച് കമ്മിറ്റി, സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്നാൽ നയിക്കുന്ന സെർച്ച് കമ്മിറ്റി, ആ സെർച്ച് കമ്മിറ്റി ട്രാൻസ്പെറൻ്റ് ആയി മെറിറ്റോറിയസ് ആയിട്ട് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ഒരു വൈസ് ചാൻസലർ കൊണ്ടുവരുന്നു എന്നുള്ളത് അഭിമാനകരമാണെന്ന് കാണേണ്ടതിന് പകരം അതിനെ തടസ്സപ്പെടുത്താൻ വീണ്ടും ചാൻസലർ ശ്രമിക്കുന്നു. അത് ഏത് താല്പര്യമാണ് സാർ? യഥാർത്ഥത്തിൽ ഇവിടെ ചാൻസലർമാർ വൈസ് ചാൻസലർമാർ ഉണ്ടാകരുത്, അത് തൻ്റെ ഇഷ്ടപ്രകാരം. ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക വൈസ് ചാൻസലർമാരുണ്ട് സാർ. എന്താണ് അവരുടെ യോഗ്യത? എന്താണ് അവരുടെ ക്രെഡിബിലിറ്റി? യോഗ്യതയുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ ട്രാൻസ്പെറൻ്റായി എന്തെങ്കിലും പ്രോസസ്സിലൂടെ വന്നവരാണോ? നമ്മുടെ മുൻപിൽ അവരുടെ ക്രെഡൻഷ്യൽസ് നമ്മുടെ സമൂഹത്തിന് മുൻപിലുണ്ട്. ഗവൺമെന്റിന്റെ പോകട്ടെ, സമൂഹത്തിന് മുൻപിലുണ്ടോ? അപ്പം അതുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ഇടപെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2 സാർ, ഡിജിറ്റൽ സർവകലാശാല ലോകത്തിലെ തന്നെ ഏറ്റവും മാതൃകയായി മാറാൻ കഴിയുന്ന സർവകലാശാല ഘടകത്തിൽപ്പെട്ടതാണ്. മറ്റ് സർവകലാശാല വ്യത്യസ്തമാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിൽ പങ്കെടുത്തു. 75% ചെലവ് വരുന്നത് അവരുടെ വരുമാനത്തിൽ തന്നെയാണ്. പ്രൊജക്റ്റുകൾ എടുക്കുന്നു, കമ്പനികൾ രൂപീകരിക്കുന്നു. ലോകത്തുള്ള എല്ലാ ഉന്നത സർവകലാശാലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നോവേഷന്റെ കാര്യത്തിൽ മാതൃകയായി നിൽക്കുന്ന സർവകലാശാലകൾ അധ്യാപകരാണ്. അവർ രൂപീകരിക്കുന്ന കമ്പനികളിൽ നിന്നാണ് പുതിയ പ്രൊഡക്റ്റ് വരുന്നത്.
കഴിഞ്ഞ ദിവസം സീറ്റ് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവിടുത്തെ അലുമിനി ആയിട്ടുള്ള ലോകോത്തര IT കമ്പനിയുടെ ഇന്ത്യൻ ഹെഡായിരിക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ചില അധ്യാപകരുടെ അത്ര കഴിവുള്ള ഒരാളെ പോലും ലോകത്തെ സ്ഥാപനങ്ങൾക്കകത്ത് സാങ്കേതിക മികവുള്ളവരായി ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ അക്കാദമികമായ മികവിനെ എങ്ങനെ ഇന്നോവേഷനിലേക്ക് വികസിപ്പിച്ച് ഒരു പ്രൊഡക്റ്റിലേക്ക് മാറ്റി കമ്പനികളിലൂടെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതാണ് സർവകലാശാലകളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചാൻസലർ നിയോഗിച്ച വൈസ് ചാൻസലർ ഇതെന്തോ അപകടമാണ്. അധ്യാപകർ കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനി പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്നു. ലോകത്തിൽ നമ്മൾ ഗ്രഫീന്റെ പുതിയ പ്രൊജക്ട് അംഗീകരിക്കണ്ടായി സാർ. ആ ഗ്രഫീൻ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ UK പോയപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 4 സർവകലാശാലകളുമായി ഡിജിറ്റൽ സർവകലാശാല MOU ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി ഇന്ത്യൻ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ യൂണിയൻ ഗവൺമെന്റ് കൂടി സഹായത്തോടു കൂടി രൂപീകരിച്ചു. അതിന്റെ 2ാം ഘട്ടമായി കൊണ്ട് ഗ്രഫീൻ അറോറ പ്രൊജക്ട് നടപ്പിലാക്കുകയാണ്. 3ാം ഘട്ടമായി വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് അതിന്റെ വാണിജ്യ ഉൽപ്പാദനത്തിലേക്ക് ഗ്രഫീന്റെ വാണിജ്യ ഉൽപ്പാദനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു വൈസ് ചാൻസലറുടെ ചില നിലപാടുകൾ മൂലം സൃഷ്ടിക്കാനും ഈ ഘട്ടത്തിൽ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അത് ഒന്ന് ഭരണനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുക, 2 ഇങ്ങനെയുള്ള നൂതനമായ ആശയങ്ങൾ ദുർബലപ്പെടുത്തുക എന്ന സമീപനം ചാൻസലർ സ്വീകരിക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. മറ്റ് അധിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സാർ. ഇവിടെ ബഹുമാന്റെ അംഗങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ ബഹുമാനായ ശ്രീ ജലീൽ ചൂണ്ടിക്കാട്ടിയത് മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, മുസ്ലിം താല്പര്യമല്ല, മുസ്ലിമിനകത്തുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ സാമ്പത്തിക താല്പര്യമാണ് അവരുടെ മുസ്ലിം താല്പര്യം കണ്ടോളണം. എന്നാൽ അവരങ്ങനെ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ളൊരു മുന്നണിയായിട്ട് UDF മാറിക്കഴിയുമ്പോൾ കേരളത്തിൽ ആ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രഖ്യാപനമല്ലേ മുസ്ലിം ലീഗിൽ ഇത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പൊ ആ രാഷ്ട്രീയം നമ്മൾ ശരിയായ രൂപത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. സർ, ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണത്തിന് നേതൃത്വം മൗദൂദി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ബഹുമാനായ ശ്രീ ജലീൽ ഇവിടെ പരാമർശിച്ചപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഒരു ഹിന്ദു സർക്കാർ അധികാരത്തിൽ വരികയും മനുസ്മൃതി നിയമമാകുകയും മുസ്ലിം തൊട്ടുകൂടാത്തവരായി സർക്കാരിൽ ഒരു പങ്കുമില്ലാത്തവരും എന്തിന് പൗരാവകാശമില്ലാത്തവരായി മാറിയാലും എനിക്ക് എതിർപ്പില്ല. മൗദൂദി കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാകണം. അദ്ദേഹം ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, പ്രവർത്തന സ്ഥലവും. ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് പോയതാണ്. അപ്പൊ മൗദൂദി പറയുന്നത് അവിടെ ഇസ്ലാമിക രാഷ്ട്രമാകും, ഇവിടെ ഹിന്ദു രാഷ്ട്രമായിക്കോട്ടെ. ഹിന്ദു രാഷ്ട്രമാകുമ്പോൾ മുസ്ലിമിന് പൗരത്വ അവകാശം ഇല്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ മൗദൂദിയുടെ ദർശനമാണ് ഇപ്പോ മലപ്പുറത്ത് ചർച്ച ചെയ്യുന്നത്. അവന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് പോയോ എന്ന് ഞാൻ കണ്ടില്ല. അദ്ദേഹമാണല്ലോ ഇപ്പൊ അതിന് ഒരു പ്രത്യേക പദവി ചാർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രാഷ്ട്രീയം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സവിശേഷത മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നതുള്ളതാണ്. അതിനെതിരെയുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിക്കേണ്ട കരുത്ത് കേരളത്തിനുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. ഈ ബില്ലുകൾ തന്നെ ഇവിടെ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ സ്വകാര്യ സർവകലാശാല ബില്ല് സുപ്രീം കോടതി പറഞ്ഞു ഈ ഭരണഘടനയിൽ ഇപ്പോ ഏറെ സംശയമുള്ളവരാണ്. ആസ് ഏർലി ആസ് പോസിബിൾ, ആസ് സൂൺ ആസ് മേ ബി. നമ്മൾ സാധാരണ ഡിക്ഷണറിയിൽ അർത്ഥമല്ല ഇപ്പോൾ രാജ്യത്ത് അർത്ഥം എന്നുള്ളത്. 6 മാസത്തിനുള്ളിൽ എന്ന് സുപ്രീം കോടതി ഇന്റർപ്രിട്ടേഷൻ നൽകി, വിധിയിൽ നൽകി. ബില്ലുകൾ ഇപ്പോഴും 6 കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് പല ബില്ലുകളും ഇരിക്കുന്നത്. അതുൾപ്പെടെ ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിയാണ് എന്ന് ബഹുമാനരായ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ശരിയാണ്. ഈ ചെറിയ ബില്ല് ഡിജിറ്റൽ സർവകലാശാലയുടെ കുറെ കൂടി മെച്ചപ്പെട്ട മുന്നോട്ട് പോക്കിന് സഹായകരമാകും. അത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ കെ ആൻസലൻ, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഡോക്ടർ KT ജലീൽ, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? അങ്ങയുടെ ഭേദഗതി സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാല ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 128 ശ്രീ M വിജിൽ, നോട്ട് ഇൻ ദി സീറ്റ്. 130 ശ്രീ PP സുമോദ്, യെസ്. 132 ശ്രീ MS അരുൺകുമാർ, യെസ്.
134 സി എ രാജ, നോട്ട് ഇൻ ദി സീറ്റ്. 136 സി തോട്ടത്തിൽ രവീന്ദ്രൻ, യെസ്. 142 ഡോക്ടർ കെ ടി ജലീൽ, യെസ്. 144 ശ്രീമതി ദലീമ, യെസ്. 146 ഡോക്ടർ സുജിത് വിജയംപിള്ള, യെസ്. 157 162 സി ഐ ബി സതീഷ്, നോട്ട് ഇൻ ദി സീറ്റ്. 159 സി എം രാജഗോപാൽ, നോട്ട് ഇൻ ദി സീറ്റ്. 163 സി കെ ഹരീന്ദ്രൻ, യെസ്. 169 ശ്രീ എം മുകേഷ്, നോട്ട് ഇൻ ദി സീറ്റ്. 175 183 187 198 202 സി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. 181 സി എച്ച് സലാം, നോട്ട് ഇൻ ദി സീറ്റ്. 185 ശ്രീ എം നൌഷാദ്, നോട്ട് ഇൻ ദി സീറ്റ്. 188 ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, യെസ്. 190 ടി പി രാമകൃഷ്ണൻ, യെസ്. 196 പി നന്ദകുമാർ, യെസ്. 208 ശ്രീമതി ശാന്തകുമാരി കെ. ബഹുമാനപ്പെട്ട മന്ത്രി, എം വിജയൻ നോട്ടീസ് നൽകിയാണ്, അദ്ദേഹം കൂടി ഇല്ല. യഥാർത്ഥത്തിൽ ഈ നിയമനിർമ്മാണ പ്രക്രിയയുടെ ചരിത്രത്തിൽ ഓരോരുത്തർക്കും ഇടം കിട്ടാനുള്ള സന്ദർഭമാണ്. നോട്ടീസ് നൽകിയാൽ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഭേദഗതി അംഗീകരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഭേദഗതി നൽകിയ അംഗം ഇവിടെ ഇല്ല, അപ്പോൾ അത് ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് അവതരിപ്പിക്കുന്നു. 130 ശ്രീ പി പി സുമോദിൻ്റെ ഭേദഗതി അംഗീകരിക്കുന്നു. 142 ശ്രീ കെ ടി ജലീലിൻ്റെ ഭേദഗതി അംഗീകരിക്കുന്നു. 159 നേരത്തെ പറഞ്ഞത് ശ്രീ എം രാജഗോപാലിനും ബാധകമാണ്, അദ്ദേഹവും സ്ഥലത്തില്ല, അതുകൊണ്ട് ഔദ്യോഗിക ഭേദഗതിയായിട്ട് അത് മൂവ് ചെയ്യുന്നു. മറ്റ് ഭേദഗതികൾ അംഗീകരിക്കുന്നില്ല. മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ, ഔദ്യോഗിക ഭേദഗതികൾ ഉൾപ്പെടെ 128 130 142 അംഗീകരിക്കുന്നു. മറ്റ് ഭേദഗതികളെല്ലാം തന്നെ തള്ളിക്കളയുന്നു. ഇനി രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. ഒന്നാം വകുപ്പും പീഠികയും പേരും ഇനിപ്പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 105 യു ആർ പ്രദീപ്, യെസ്. വി കെ പ്രശാന്ത് 107, നോട്ട് ഇൻ ദി സീറ്റ്. 109 സി എ പ്രഭാകരൻ, യെസ്. 115 ശ്രീമതി സി കെ ആശ, നോട്ട് ഇൻ ദി സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, അംഗീകരിക്കുന്നില്ല സർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഠികയും ബില്ലിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. മൂന്നാം വായന. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2025 വേണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന സർവകലാശാല ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, പീഠികയിൽ നേരത്തെ വിട്ടത് ഭേദഗതി 105 യു ആർ പ്രദീപ് നൽകിയിട്ടുള്ള ഭേദഗതി അത് അംഗീകരിക്കുന്നു. 105 കൂടി അംഗീകരിക്കുന്നു. ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല സർ. 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സാക്കിയിരിക്കുന്നു.